ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. അങ്ങനെ ഒരു പുതിയ ആഴ്ച നിഫ്റ്റി 25,000 മറികടക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്ന ഒരു സമയമാണ്. FISന്റെ ഭാഗത്തു നിന്ന് അവർ ബയേഴ്സാണ്. അവസാന ദിവസം 480 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US ജോബ് ഡേറ്റ മാർക്കറ്റിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് സാധ്യതകൾ വളരെയധികം കുറഞ്ഞേക്കാമെന്നുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇന്നൊരു 2% സ്പൈക്ക് ചെയ്ത് $84 പെർ ബാരൽ എന്ന നിലയിലാണ് ഉള്ളത്. സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൻ്റെ ആ ഒരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. കമ്പനീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഐഡിയ, ഭാരത് ഫോർജ്, ഇൻഫോഡ്ജ്, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതിൻ്റെ ലിസ്റ്റ് നമ്മൾ പറയാം. കൂടാതെ ഈ ആഴ്ചയിലെ പ്രധാന ഈവൻറ്റ് ഓഗസ്റ്റ് 12 വരുന്ന ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. കഴിഞ്ഞ തവണ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ സ്ലൈറ്റ്ലി അപ്പായിരുന്നു. US-ൻ്റെയും ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. ഈ ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട ഈവൻറ്റ് അതുതന്നെയാണ് US-India ഇൻഫ്ലേഷൻ ഡേറ്റ. ഇനി നമുക്ക് ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാന കമ്പനീസിൽ നിന്ന് നോക്കാം. ഐഡിയ, ബോഷ്, ഭാരത് ഫോർജ്, ഇൻഫോഡ്ജ്, ഹിൻഡ് കോപ്പർ, ലോയിഡ്, അസ്ട്രസെനിക്ക ഫാർമ, ജുബിലന്റ് ഫാർമ, KEC, സീല്, രാംകെ, കൊൽറ്റപ്പറ്റൽ, ITDC, PC ജ്വല്ലേഴ്സ്, പട്ടേൽ എഞ്ചിനീയറിംഗ്, വീനസ് പൈപ്പ്, ഇതുമല്ലാതെയും കുറച്ച് കമ്പനീസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട റിസൾട്ട് വരുന്ന കമ്പനീസ്. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്കും ഡോയും പ്ലസ് ആയിരുന്നു. 2 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ് പ്ലസ് ആണ്. കോസ്പിയും പ്ലസ് ആണ്. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും എന്നാൽ നെഗറ്റീവാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റാണ്. ബ്രന്റ് ഓയിൽ സ്പൈക്ക് ചെയ്ത് 84 ആയിട്ടുണ്ട്. ബിറ്റ്കോയിൻ 65,000 സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഗോൾഡ് ഏറ്റവും ടോപ്പിലേക്ക് $4,323 ആയിട്ട് മാറി. സിൽവറും സ്പൈക്ക് ചെയ്ത് 63 ആണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. അപ്പോൾ ഗോൾഡ് തിരികെ കയറിയിട്ടുണ്ട്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് കുറച്ച് ആശ്വാസം നൽകുന്ന രീതിയിൽ ഗോൾഡ് തിരികെ കയറി, സിൽവറും തിരികെ കയറി. ബിറ്റ്കോയിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ബിറ്റ്കോയിൻ വളരെയധികം കൂളായിട്ട് നിൽക്കുന്നുണ്ട്. ബിറ്റ്കോയിനിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, അതും ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അത് പഠിപ്പിക്കും, ഫ്രീ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളിലെ ഇൻഡിവിജ്വൽ വാർത്തകളിലേക്ക് പോകാതിന് ശേഷം നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓക്കെ, സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യമുള്ളത്, അതിനു മുമ്പ് ഈ ശനി ഞായർ ദിവസങ്ങൾ വരുന്ന വീക്കെൻഡിൽ കോഴിക്കോടും കൊച്ചിയിലും നമുക്ക് ഓഫ്ലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. ബേസിക്കിനും ഓപ്ഷനും കമ്മോഡിറ്റി എല്ലാം ഉണ്ട്, ജോയിൻ ചെയ്യാം. ഇനി വരാൻ പറ്റാത്ത ആളുകൾക്ക് ഒട്ടും പേടിക്കേണ്ട, ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും ഓൺലൈനായിട്ടും ജോയിൻ ചെയ്യാം. സ്റ്റോക്കിൻ്റെ വാർത്തയിലേക്ക് ആദ്യം പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോളോ മൈക്രോ സിസ്റ്റം നെറ്റ് പ്രോഫിറ്റ് 42% ഉയർന്നു. ടൈറ്റാൻ നെറ്റ് പ്രോഫിറ്റ് 65% ഉയർന്നു. NLC ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് അവർ 39% ഉയർന്നു. 797 നിന്ന് നെറ്റ് പ്രോഫിറ്റ് NLC ഇന്ത്യയുടെ നെറ്റ് പ്രോഫിറ്റ് 39% ഡിക്ലൈനാണ് കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 797 നിന്ന് ഇതവണ അവർ 484 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഒന്ന് കുറഞ്ഞു. ഹിറ്റാച്ചി എനർജി നെറ്റ് പ്രോഫിറ്റ് അവർ ഉയർന്നു. 294 കോടി രൂപയാണ് ഇത്തവണ പ്രോഫിറ്റ് കരസ്ഥമാക്കിയത്. PFC ഇത്തവണ നെറ്റ് പ്രോഫിറ്റ് 2% ഉയർന്ന് 7,012 കോടി രൂപ കരസ്ഥമാക്കി. കീനസ് ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 56 കോടി രൂപ, 24% ആണ് നെറ്റ് പ്രോഫിറ്റിൽ കുറവ് രേഖപ്പെടുത്തിയത്. ഇതവണ 56 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. ആനന്ദ് രാജ് നെറ്റ് പ്രോഫിറ്റ് 19% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓയിൽ ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 60% വർധനവുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽ നെറ്റ് പ്രോഫിറ്റ് 20% വർധനവുണ്ട്. ഇവരുടെ ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 23% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 37 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. റവന്യൂ 9% ഉയർന്നു. ഇനോക്സ് ഗ്രീൻ എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 22 കോടി രൂപയിൽ നിന്ന് 40 കോടി രൂപയിലേക്ക് ഉയർന്നു. പൊക്രാന കമ്പനി 28 കോടി രൂപയിൽ നിന്ന് 42 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. BLS ഇൻ്റർനാഷണൽ കമ്പനി 170 കോടി രൂപയിൽ നിന്ന് 190 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഡൈനമാറ്റിക് ടെക് കമ്പനി 10 കോടി രൂപയിൽ നിന്ന് 20 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്.
നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്ന് പരിശോധിക്കാം. PCR 1 താഴെയാണ്. അറ്റ് ദ മണി 24,650. തൊട്ടടുത്ത് തന്നെ കോൾ റൈറ്റിംഗ് പുട്ട് റൈറ്റിംഗും ഉണ്ട്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഈ ഓപ്ഷൻ റൈറ്റേഴ്സൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്. കോൾ സൈഡിൽ കൂടുതലധികം കോൾ അഡീഷൻ കാണുന്നുണ്ട്. മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് 25,000 തന്നെ നിൽക്കുന്നുണ്ട്. സോറി 24,800 നിൽക്കുന്നുണ്ട്, 25,000 നിൽക്കുന്നുണ്ട്. സപ്പോർട്ടായിട്ട് മേജർ സപ്പോർട്ട് എന്ന് പറയാൻ സാധിക്കുന്നത് 24,000 തന്നെയാണ്. അതിനിടയിൽ ആളുകൾ വളരെയധികം റിസ്ക് എടുത്തിട്ടുള്ള ട്രേഡും എടുക്കുന്നുണ്ട്, കാണുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. താങ്ക് യു ഓൾ.